അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ബാബറി മസ്ജിദിന് ശേഷം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പൂർണ്ണ പരാജയത്തെ കാണിക്കുന്ന സംഭവമായിട്ടാണ് ഇതിനെ സമസ്ത കാണുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? CPM-നും അതേ അഭിപ്രായമുണ്ടോ? അതെ, ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നതിന്റെ എല്ലാ അസ്തിത്വം ഇല്ലാതാക്കുക. ഇന്ന് മുസ്ലിം ആണെങ്കിൽ നാളെ ക്രിസ്ത്യാനി, മറ്റന്നാൾ അടുത്ത മൈനോറിറ്റി. അത്തരത്തിൽ ഒരു ദീർഘകാല ലക്ഷ്യത്തോടെ തന്നെയാണ് RSS ഇടപെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി അവർ പറയുന്ന ഈ ന്യായങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. കാരണം ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒന്ന് തർക്കങ്ങൾ ഉണ്ടാക്കുക, ഏത് ഭൂമിയും തർക്കഭൂമിയാക്കുക, അത് അവരുടെ സ്ഥിരം തൊഴിലാണ്. ആ തർക്കഭൂമിയാക്കിയ കുറച്ച് ഗവൺമെന്റിന് ഏറ്റെടുക്കാം, മറ്റ് അവരുടെ സ്വാധീനവും ഇപ്പോൾ വടക്കേന്ത്യയിലെ ഒരു രാഷ്ട്രീയ ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് പല ഭൂമിയും ഏറ്റെടുത്ത് ഇപ്പോഴുള്ള സംവിധാനത്തെ തകർക്കുക എന്നതാണ്. പിന്നെ ഇവിടെ ശ്രീ മോഹൻ വർഗീസ് ഡോക്ടർ സൂചിപ്പിച്ചപ്പോൾ ഇന്നലെ ക്രൈസ്തവ സഭ നടത്തിയ പ്രസ്താവനത്തെ വളരെയധികം ലഘൂകരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ചില വകുപ്പുകൾ മാത്രമാണ് എതിർത്തത്, അങ്ങനെയൊന്നുമല്ല. ഈ ബില്ലിനെ ഈ കേരളത്തിൽ നിന്നുള്ള MP-മാർ എതിർക്കണം, അല്ലെങ്കിൽ എതിർത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില വഴിയുണ്ടെന്നുള്ള ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് അത് ചെയ്തത്. നമുക്കറിയാം, ഈ അങ്ങനെ പറയാൻ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെ നേതാക്കന്മാർ, മതസംഘടനയുടെ നേതാക്കന്മാർ അത്തരത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. അത്തരത്തിൽ അവർ ചെയ്യുന്നത് തെറ്റിദ്ധരിച്ച് തന്നെയാണ്. നാളെ ഇവർക്ക് നേരെയാണ് ഈ അമ്പ് എയ്യുക, അമ്പ് വന്ന് കൊള്ളുക എന്നുള്ള ബോധ്യം അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇപ്പൊ എന്താ മുനമ്പത്തെ പ്രോപ്പർട്ടി, ഇപ്പൊ ഈ നിയമപ്രകാരം വഖഫ് പ്രോപ്പർട്ടി എപ്പോ വേണമെങ്കിലും അനന്തരാവകാശികൾക്ക് തിരിച്ചെടുക്കാം. മുഹമ്മദ് സിദ്ദിഖ് സയ്യിദാണ് 1950 ഫറൂഖ് കോളേജിന് ഈ വഖഫ് കൊടുത്തത്. ഇപ്പോ മുഹമ്മദ് സിദ്ദിഖ് സയ്യിദിന്റെ പിൻഗാമികൾ വന്നിട്ട് ഇന്ന് പാസ്സാകാൻ പോകുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് തിരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ എന്തു ചെയ്യും? ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കണ്ടെത്തിയാലും പ്രശ്നം, കണ്ടെത്തിയില്ലെങ്കിലും പ്രശ്നം. അത്തരത്തിൽ കൂടുതൽ സങ്കീർണതയിലേക്ക് ഇവിടത്തെ ജനങ്ങളെ തള്ളിവിടുന്ന നിയമനിർമ്മാണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക സംസ്ഥാന ഗവൺമെന്റിനാണ്. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു ഒരാളെ പോലും അവിടെ കുടിയൊഴിപ്പിക്കില്ല. ഇപ്പൊ ട്രൈബ്യൂണലിന്റെ മുന്നിൽ പ്രശ്നം നിലനിൽക്കുന്നു. അവിടെ സമരം ചെയ്യുന്ന പാവങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, ആ തരത്തിലാണ് അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഏതായാലും പാർലമെന്റിൽ ഈ വിഷയത്തിലുള്ള ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പിലേക്ക് നീങ്ങാൻ പോകുന്നു. Debate with Smriti Parithikar.